തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ തീപിടുത്തം. റെയിൽവേ പാർക്കിംഗിൽ നിർത്തിയിട്ട് 600ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണ് തീ പടർന്നതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തം ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഒരു 6:20 6:30 ഇതുണ്ടായത്. ഇലക്ട്രിക്കിൻ്റെ ഇത് പോകണ്ടല്ലോ, മറ്റേ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു സ്പാർക്കിംഗാണ് വീണത്. ഈ വണ്ടി നമ്മൾ മൂടില്ലേ, കവറ്, ആ കവറ് മൂടണേ, കവറിന്മേയാണ് ആ തീപ്പൊരി വീണത്. ഈ തീ പ്ലാസ്റ്റിക് അല്ല, ഇന്ന് തീ ആ കവർ ഊരി കളഞ്ഞാൽ മതിയായിരുന്നു. അതുണ്ടായില്ല, പെട്രോൾ ടാങ്ക് പൊട്ടി. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും പാർക്കിംഗ് ഏരിയ ഒരു തീഗോളമായി മാറി. മേൽക്കൂര ചൂടിൽ ഇടിഞ്ഞു താഴ്ന്നു. ഇതോടെ നടുവിൽ കുടുങ്ങിയ വാഹനങ്ങളിലെ തീ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. സമീപത്ത് നിർത്തിയിട്ടിരുന്ന റെയിൽവേയുടെ അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്ന എഞ്ചിനും ഭാഗികമായി തീപിടിച്ചു. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന പാസഞ്ചർ ട്രെയിൻ പിന്നോട്ടെടുത്ത് സുരക്ഷിതമാക്കിയതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ്. ഈ വിധത്തിലെങ്കിലും ഇപ്പോൾ നമുക്ക് തീയണച്ച് തൽക്കാലം ഗുരുതരാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയത്. പ്രാഥമികമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ ജില്ലാ പോലീസ് കമ്മീഷണറോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചെന്ന സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം DGP റവാഡ ചന്ദ്രശേഖർ ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ ഈ റെയിൽവേ ലൈനിന്റെ വീണ് സ്പാർക്ക് പറഞ്ഞതാണ്. അതിന്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവെടുപ്പെടുത്തിയേക്കുന്നതൊക്കെ. ബൈക്കിന് മുകളിൽ റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ നിന്നുള്ള തീപ്പൊരി വീണതാണ് അപകടത്തിനിടയാക്കിയതെന്ന ജീവനക്കാരുടെ വാദം റെയിൽവേ തള്ളി. റെയിൽവേയും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് പാർക്കിംഗ് ഏരിയ പ്രവർത്തിച്ചതെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.